കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം ഈ മനോഹരമായ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. വിശ്വസ്തനായ ദൈവത്തിന്റെ സന്നിധി നമുക്ക് ഒരുമിച്ച് നല്ലൊരു പ്രഭാതം ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനോടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ ആത്മാവി നല്ല പ്രഭാതത്തിൽ അവിടെ സഹായിക്കട്ടെ. ഓരോ ദിവസവും നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്റെ വിലയേറിയ കരുണകളെ ഓർത്ത് മറന്നു കളയാതെ ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുവാൻ ദൈവാത്മാവ് നമ്മെ അധികമായി സഹായിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഗാനം അഭിഷേക് കാലേബ് ഷോർട്സ് പാടിയ ഒരു പാട്ടാണ്. ജീവിത പ്രതിസന്ധികളുടെ മധ്യേ തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ആരും തുണയില്ലാതെ, ആരും ആശ്രയിപ്പാനില്ലാതെ, ആരും ഒരു അഭയമില്ലാതിരിക്കുമ്പോൾ വേദനകളുടെ നിരാശകളൊക്കെ മധ്യേ ഇതിങ്ങനെ സംഭവിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ദൈവമുഖം നോക്കി ആ പ്രിയപ്പെട്ട ദാസൻ പാടിയ പാട്ടാണ് നീ തകർന്നിടുവാൻ നോക്കി നിന്നോടല്ല. ഒരുപക്ഷെ വീഴ്ച കാണാനും താഴ്ച കാണാനും ഒക്കെ നോക്കി നിൽക്കാൻ 100 പേര് കാണാം. നീ തകരുന്നത് കാണാൻ കാത്തിരിക്കുന്നതിന്റെ മുമ്പിൽ, നീ വേദനിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നതിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി വിശാലമായ വഴികളെ ഒരുക്കാൻ ദൈവം ശക്തനാണ്. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൽ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൽ കരം നീട്ടി നടത്തിയ വഴികൾ നീയോർത്താൽ വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരല്ല, കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. നീ തളർന്നിടുവാൻ നോക്കി നിന്നോരല്ല, കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ഓ യഹോവ നിനക്കായി കരുതിയ വഴികൾ നീ പോലും അറിയാതെന്നും. ക്ഷീണിതനാകട്ടെ നിൻ മഹത്വം ഞാൻ ദർശിക്കുവാൻ. ക്ഷീണിതനാകട്ടെ നിന്നിതനാകട്ടെ നിൻ മഹത്വം ഞാൻ ദർശിക്കുവാൻ. തളർന്നു പോകാതെ കരുതലിൽ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൽ കരം നീട്ടി നടത്തിയ വഴികൾ നീ ഓർത്താൽ വന്മഴ പെയ്യട്ടെ, നദികൾ പൊങ്ങട്ടെ, എൻ വീടിന്മേൽ
നദികൾ പൊങ്ങി എൻ വീടിന്മേ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി, നടത്തിയ വഴികൾ നീയോർത്ത വന്മഴ പെയ്യൂ. നദികൾ പൊങ്ങി എൻ വീടിന്മേ കാറ്റടിച്ചു. ഈ മനോഹരമായ ദിവസത്തിൽ ദൈവത്തെ ഏൽപ്പിച്ച ചെറിയ ചിന്ത. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിലത്തിന്റെ പകരം നൽകും, അവർ നിങ്ങളെ ജ്ഞാനത്തോട് ബുദ്ധിയോടും കൂടി മേയ്ക്കും. അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ അക്കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകമെന്ന് ഇനി പറയുകയില്ല, അത് മനസ്സിൽ വരികയില്ല, അതിനെ ഇനി ഓർക്കുകയില്ല, ചെന്ന് കാണുകയില്ല, അതിനി ഉണ്ടാക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ കാലത്ത് യെരൂശലേമിന്റെ യഹോവയുടെ സിംഹാസനത്തിന്റെ പേരാകും. സകല ജാതികൾ അവിടേക്ക് യെരൂശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ സാക്ഷ്യപ്രകാരം ഇനി അവർ നടക്കുകയില്ല. ആ കാലത്ത് യഹൂദഗൃഹം ഇസ്രായേൽ ഗൃഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്ക് ദിക്കിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും. ഞാനോ നിങ്ങളെ ദത്തെടുത്തു, നിനക്ക് ജാതികളിലെ അതിഭംഗിയായ ഒരു അവകാശമായി മനോഹരദാശം നൽകേണ്ടതിന് എങ്ങനെ വിചാരിച്ചു? നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇസ്രായേൽ ഗൃഹമേ, ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ട് കളയുന്നത് പോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികൾ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നുകളഞ്ഞതിനാൽ അവർ മൊട്ടക്കുന്നുകളിൽ മേൽ കരഞ്ഞ് യാചിക്കുന്നത് കേൾക്കുന്നു. വിശ്വാസത്യാഗിനികളായ മക്കളെ, മടങ്ങി വരുവേൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. കുന്നുകളിലും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം, ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷ ഉള്ളൂ. ഈ മനോഹരമായ ദിവസം നല്ല സന്ദേശം ദൈവാത്മാവ് ഈ വചനത്തിലൂടെ നൽകുവാൻ ഇടയായിത്തീരുന്നു. ആ കാലത്ത് നിയമപ്പെട്ടകമെന്നും ആരാധന സ്ഥലമെന്നും ഒക്കെ പറഞ്ഞ് ജനം ഓടാൻ കഴിയാത്തൊരു യുഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നാം കാണുന്നു. ഇസ്രായേൽ തകർച്ചയുടെ വക്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ കാഴ്ചയാണ് നാം കാണുന്നത്. സിംഹത്തെ പോലെ അലറി ആർജവത്വത്തോടെ ഗർജിച്ചു നടന്ന ഈ സിംഹം ഇപ്പോൾ ഒരു കഴുതയെ പോലെ യുദ്ധത്തിന്റെ ചുമട് ചുമക്കുകയാണ്. ഒരു കഴുതയെ പോലെ കേഴുന്ന ഒരു അനുഭവം കാണുവാൻ നമുക്കിടയാവുന്നുണ്ട്. സിംഹമായിരുന്ന യഹൂദ ഇപ്പോ ഒരു കാളയെ പോലെ ഇനിയും മറ്റ് രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ അതിനെ നേരിട്ടാൽ നിലനിൽക്കാൻ കഴിയാതെ തകർന്നടിയുന്ന ഒരു കാഴ്ചപ്പാട് കാണുമെന്ന് യിരെമ്യാ പ്രവാചകൻ തന്റെ പ്രവചന ഗ്രന്ഥത്തിലൂടെ വ്യാഖ്യാനിക്കുകയാണ്. തന്നോട് ദൈവാത്മാവ് പറഞ്ഞ ഈ ദൂത് ആ കാലഘട്ടത്തേക്ക് മാത്രമുള്ളത് എന്ന് വിചാരിച്ചവർക്ക് തെറ്റുപറ്റി. ബൈബിൾ എഴുതിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല. ഒരുപക്ഷെ ലിറ്ററലായി ഒരു പ്രാവശ്യം നടന്നുകൊണ്ട് വെച്ച് സ്പിരിച്വലി മാത്രമായി അതിനെ കാണരുത്. വീണ്ടും ഒരു ലിറ്ററൽ പ്രൊഫസി, ഒരു നിവർത്തീകരണം, ഫുൾഫിൽമെന്റ് ആ പ്രൊഫസിക്കുണ്ടാകും. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ദൈവം വിചാരിച്ചൊരു വിചാരമുണ്ട്. ദൈവം അവനെ ദത്തെടുത്തതാണ്. ദൈവം അവനെ ദത്തെടുത്തതാണ്. 2 ജാതികൾക്ക് അതിഭംഗിയായ ഒരു അവകാശമായ
മനോഹര ദേശമായിരുന്നു. ഇത് യഹൂദിന്റെയും മുസ്ലിമാന്റെയും ക്രിസ്ത്യാനിയുടെയും സംഗമസ്ഥാനമാണ് ജെറുസലേം. ഈ സംഗമസ്ഥാനം ഇന്ന് മനോഹര ദേശമൊക്കെയാണ് എന്ന് പറയുന്നെങ്കിലും ഏത് സമയത്തും യുദ്ധത്തിന്റെ കൊടുപിരികൾ അതിന്റെ അകത്തുണ്ട്. ഏത് സമയത്തും സെക്യൂരിറ്റി ഇല്ലാത്തൊരു ജനതയാണ് നമ്മളവിടെ കാണുന്നത്. പരസ്പര വൈരാഗ്യത്തോടെ ഒരു മതിലിനപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ബോംബിടുന്നൊരു കാഴ്ചപ്പാട്. പണ്ടൊക്കെ നാട്ടിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നത് പോലെ ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും മറ്റ് റംസാനൊക്കെ വരുമ്പോൾ ജാതിമത ഭേദമന്യേ അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കം പൊട്ടിക്കുന്ന ഒരു സന്തോഷം, ഒരു ആഘോഷമൊക്കെ പണ്ട് ഞാൻ കോട്ടയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടയത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഒരിടത്ത് പടക്കം പൊട്ടിക്കും, മറ്റൊരിടത്ത് സന്തോഷം കാണിക്കുകയാണ്, മത്സരം പോലെ. ഇന്നിത് മത്സരം പോലെ ബോംബിട്ട് ജനതകളെ തകർക്കുന്ന ഒരു അനുഗ്രഹം, ഒരു വല്ലാത്ത കാലഘട്ടം നാം കാണുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ വിശുദ്ധരായിരിക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാകും: ഇനി ഇസ്രായേലിന് അധിക കാലം ഇല്ല. ഈ ഒരു നിലനിൽപ്പിൽ, ഈ ഒരു ശക്തി കേന്ദ്രമായി വിഹരിക്കുവാൻ കുറെ നാളുകൾ കഴിയുമ്പോൾ ഇത് നടക്കാതെ വരും. എല്ലാവരും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തും. ഈ വചനം ഇവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്: നിയമപ്പെട്ടകത്തിന് വേണ്ടിയെന്നും യഹോവയുടെ വാസസ്ഥലത്തും എന്നൊക്കെ പറഞ്ഞ് ആമേൻ ജനം ഒരു വശത്ത് അതിനെ ആഘോഷമാക്കി മാറ്റുമ്പോൾ, കുന്നിന്റെ പുറങ്ങളൊക്കെ അവർ ഉല്ലാസഘോഷത്തിന് വേണ്ടി ഉപയോഗിച്ചപ്പോഴാണല്ലോ മറ്റൊരു ഭാഗത്ത് ആക്രമണങ്ങൾ വന്നത്. ഇതൊക്കെ ദൈവം അനുവദിച്ചിട്ടല്ലയോ? ഇസ്രായേലിനെ സംബന്ധിച്ച് ആർക്കും ഉപദ്രവിക്കുവാനോ ആർക്കും ആക്രമിക്കുവാനോ ആർക്കും തകർക്കുവാനോ കഴിയാത്ത ജനമാണ് ഇസ്രായേൽ. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ സ്വന്തം സഹോദരങ്ങളായ ആമേൻ അറബികൾ അവരെ വേട്ടയാടുന്നത്? എന്തിനാണ് പരസ്പരം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവർ തകർക്കപ്പെട്ടു പോകുന്നത്? എന്തിനാണ് അവർ മറ്റു രാജ്യങ്ങളെ ഇങ്ങനെ ഭയപ്പെടുന്നത്? മറ്റൊന്നുമല്ല, കാരണം അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. ഇത് ദൈവത്തിന്റെ വാസസ്ഥലമെന്നും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ നിദാനമെന്നും ദൈവത്തിന്റെ മനോഹര ദേശമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് അത് കേൾക്കുന്നത് കുഞ്ഞുങ്ങളുടെ കരച്ചിലുകളും ഗർഭിണികളുടെ നിലവിളികളും ആശുപത്രിയിൽ രോഗികളായി കിടക്കുന്നവർ വീണ്ടും അവർ ശാരീരികമായും മാനസികമായും മുറിവേറ്റവരായി ജീവൻ കൊതിച്ചുകൊണ്ട് കേഴുന്ന അനുഭവങ്ങളും ഒക്കെയാണ് നാം കാണുന്നത്. ദൈവീയത് ഈ മനോഹരമായ ദിവസത്തിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം: വിശ്വാസത്യാഗികളെ തള്ളിക്കളയുന്ന ഒരു ദൈവമാണ് ജീവനുള്ള ദൈവം. ഇസ്രായേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു കളഞ്ഞിരുന്നതിനാൽ അവർ മൊട്ടക്കുന്നുകളിൽ മേൽ കരഞ്ഞ് യാചിക്കുന്നു. ഇന്ന് കരച്ചിലുകൾ കേൾക്കാം. Lord, you come to thy tent. You come down to thy land. നിന്റെ വാഗ്ദത്ത നാട്ടിലേക്ക് നീ മടങ്ങി വരണമേ, യഹോവേ മടങ്ങി വരണമേ എന്ന് കരയുന്നൊരു ജനത്തെ നമുക്ക് കാണാം. കുടുങ്ങി എഴുതിയിരിക്കുക: ഇതാ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നു, നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ. ആ വാക്ക് അവർ പറയാതെ കുന്നുകളിലും പർവ്വതങ്ങളിലും കോലാഹലവും വ്യർത്ഥമാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയിലെ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കി മടങ്ങി വരുന്ന യഹൂദന്റെ മടങ്ങി വരവും യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്. തള്ളിക്കളഞ്ഞ് വിശ്വാസപാതകം ചെയ്ത് ജാരന്മാരായ അന്യാരാധനകളിലേക്കും വിദ്യാമൂർത്തികളിലേക്കും മൊട്ടക്കുന്നുകളിലേക്കും പൂജാഗിരികളിലേക്കും മടങ്ങിപ്പോയ ജനം തകർന്ന തരിമ്പായി നാമാവിശേഷമായി ചിതറപ്പെട്ട അസ്ഥികളായി തകർക്കപ്പെട്ട അടിമതുകത്തിൽപ്പെട്ടവരായി അവർ അനേക രാജ്യങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്നപ്പോൾ ഒരു കാര്യം ദൈവജനം തിരിച്ചറിയണം: അവർക്കൊരു മടങ്ങിവരവും ദൈവം ഒരുക്കി. എന്നവർ കരയുന്നുവോ, എന്നവർ നിലവിളിക്കുന്നുവോ, അവരെ തള്ളിക്കളയാതെ വീണ്ടും ഒരപ്പൻ മക്കളെ വിളിക്കുന്നത് പോലെ, ഒരമ്മ തന്റെ കുഞ്ഞിനെ ചേർത്ത് എടുത്ത് ലാളിക്കുന്നത് പോലെ തിരിച്ച് ലാളിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അവർ പറയാ: ഇനി ഞങ്ങൾക്ക് മടങ്ങി വരാതെ രക്ഷയില്ല. കുന്നുകളിലും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥമാണ്, ഞങ്ങൾ ഈ ആഘോഷിക്കുന്നത് വ്യർത്ഥമാണ്, ഞങ്ങളുടെ ഈ ആഘോഷങ്ങളൊക്കെ വ്യർത്ഥമാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലായി: യഹോവയിൽ ആശ്രയിക്കുകയെ രക്ഷയുള്ളൂ. ഇന്ന് പകലിൽ ആശ്രയിക്കുന്ന ഇസ്രായേലിനോട് ചേർന്ന് നമുക്കും പറയാം:
ഒരുപാട് വീഴ്ചകളും പരാജയങ്ങളും ജീവിതത്തിന്റെ മധ്യേ നമുക്കും വന്നിട്ടില്ലേ? തകർന്നു പോയിട്ടില്ലേ? പലപ്പോഴും ആരും ആശ്രയിപ്പാനില്ലാത്ത സാഹചര്യങ്ങൾ വന്നിട്ടില്ലേ? പലപ്പോഴും ശത്രുക്കളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വന്നിട്ടില്ലേ? നിന്ദിക്കപ്പെടേണ്ടി വന്നിട്ടില്ലേ? അപമാനിക്കപ്പെടേണ്ടി വന്നിട്ടില്ലേ? വായ് എന്തുകൊണ്ടാണ്? ഒന്ന് ഇരുത്തി ചിന്തിക്കുക. ചില ദിവസങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിച്ച് ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്ക് ഒരു മടങ്ങി വരവും ഒരനുഗ്രഹവും ദൈവം വെച്ചിട്ടുണ്ട്. May God bless you. Amen. Bye-bye.